ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു മെൻസ്ട്രുവൽ കപ്പിൻ്റെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഹൗ ടു യൂസ് എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി സേഫ് ആൻഡ് ആര്യ എന്ന് പറയുന്ന മെൻസ്ട്രുവൽ കപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തത് സ്മോൾ സൈസ് ആയിരുന്നു. അതെൻ്റെ കപ്പ് സൈസ് അല്ലാന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് 3 hours ഓടുമ്പോൾ അത് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അതായത് ബ്ലഡ് കപ്പിൽ ഫില്ലായിട്ടാണ് ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. ദെൻ ഞാനത് സ്വിച്ച് ചെയ്തിട്ട് മീഡിയത്തിലേക്കായി. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് മീഡിയമാണ് സൈസ്. ഈ സേഫും ആര്യാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് 3 to 4 days ഞാൻ യൂസ് ചെയ്യുന്ന ആര്യയുടെ മെൻസ്ട്രുവൽ കപ്പാണ്. കാരണം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലീക്കേ ഉണ്ടാകാറില്ല. ബട്ട് ആ ഡേയ്സിൽ ഞാൻ പി സേഫ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ലീക്ക് ഉണ്ടാകാറുണ്ട്. ബിക്കോസ് ഇതിൻ്റെ സൈസ് ഡിഫറൻസ് ഉണ്ടോ. സോ ഇതാണ് എനിക്ക് പക്കയായിട്ടിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ പൊസിഷൻസ് ആണ് നോക്കാം. നോർമലി നമ്മൾ യൂട്യൂബ് ആയാലും ആരോടെങ്കിലും ചോദിക്കുക, നമ്മളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന മെത്തേഡാണ് യു ഷേപ്പ്. ഈ ഒരു ഷേപ്പായിരിക്കും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ഷേപ്പ് എനിക്ക് ഒട്ടും പോസിബിൾ അല്ലായിരുന്നു ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പഞ്ച് റൗണ്ട് മെത്തേഡാണ്. അതായത് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് അടിയിലേക്ക് പഞ്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഈസിയസ്റ്റ് മെത്തേഡ് ടു ഇൻസേർട്ട് മെൻസ്ട്രുവൽ കപ്പ്. അതായത് ഇതിൻ്റെ ഭയങ്കര ചെറുതായിട്ട് തന്നെ ആയതുകൊണ്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽഭാഗം ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത് വലിയ സൈസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എനിക്ക് ഫീൽ ചെയ്തത് പഞ്ച് റൗണ്ട് മെത്തേഡാണ്. ദെൻ നമ്മളത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇൻ കേസ് നമുക്കിത് ഓപ്പൺ ആയിട്ടില്ല, ചിലപ്പോൾ ഓപ്പൺ ആയോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടിപ്പ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കും. അത് ഓപ്പൺ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പയ്യെ ഒന്ന് വലിച്ചു നോക്കാം. വലിച്ച് ഇതാക്കരുത്, ജസ്റ്റ് ഒന്ന് വലിക്കാം ഉള്ളിൽ. അപ്പോൾ അവിടെ ഒരു സക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പക്ക ഓപ്പൺ ആണ്. ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാഡ് വെച്ച് നോക്കുക. കപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പാഡും കൂടി യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നത് പീരിയഡ്സിന് 1 week മുമ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സംഭവം നമ്മൾ ഇതുമായിട്ട് എങ്ങനെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണ്, എത്ര മണിക്കൂറുകളും മാത്രം ഇതൊന്നും നമുക്കറിയില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പാഡ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫില്ലായിട്ട് ഇൻ കേസ് ലീക്ക് ആവുകയാണെങ്കിൽ പാഡിലേക്ക് ആവുള്ളൂ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതോടെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. പിന്നെ ഒരു മെത്തേഡ് ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് 7 എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് മെൻസ്ട്രുവൽ കപ്പ് എടുക്കാം, എന്നിട്ട് ഈ ഒരു എൻഡ് നമ്മൾ ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം ബാക്കിലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. ഇതും ഈസിയാണ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഓപ്പൺ ആയിട്ട് 2 months ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതായിട്ടൊന്നും നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത്, എന്തോരം നമ്മുടെ ലൈഫ് ഒരു മെൻസ്ട്രുവൽ കപ്പ് കാരണം ഈസി ആയി എന്നുള്ള മനസ്സിലാവും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് അതിനായിട്ട് ഡിപ്പ് ചെയ്ത് നോക്കാം. ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്യണം. എപ്പോൾ ഇൻസേർട്ട് ചെയ്താലും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കാര്യം അത്രയും ഹൈജീനിക് ആയിട്ട് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കണം ചെയ്യുന്നതിൻ്റെ മുമ്പ്. പിന്നെ എൻ്റെ ലൈഫിൽ ഇത് എനിക്ക് 1 time ഇപ്പം മിക്കവർക്കും ഉണ്ടായിട്ടുണ്ടാവും, ഇത് ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റക്കായി പോയി എന്നുള്ളൊരു, നമുക്കിത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല ഇങ്ങോട്ട് പോരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനിക് ആവാണ്ടിരിക്കുക. ഈ സാധനം ഇൻസേർട്ട് ചെയ്തു, ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, പിടിച്ചിട്ട് പോരില്ല, നമ്മൾ അധികം തീർന്നു. ഇനി ഈ സാധനം വരില്ല, ഹോസ്പിറ്റലിൽ പോകണം, ഓപ്പറേഷൻ ചെയ്യണം, ഫുൾ ടെൻഷനായിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഇൻസേർട്ട് ആണെന്നുണ്ടെങ്കിൽ സ്ക്വാട്ട് ചെയ്യാം. എന്നിട്ട്
ജസ്റ്റ് നമ്മുടെ ഈ ഒരു വിരള് അടിഭാഗത്ത് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് പിഞ്ച് ചെയ്യണം, ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കുക. ഞെക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സക്ഷൻ, അതായത് ഉള്ളിൽ അത് സക്ഷനായിട്ട് നല്ല ടൈറ്റിലിരിക്കും. അപ്പൊ നമ്മൾ വലിച്ച എന്തായാലും അത് വരില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം, പക്കയായിട്ട് പോരും. അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരിക്കലും മേളിലെങ്ങും കയറി പോകാനായിട്ടുള്ള സ്ഥലം ഇല്ലായിരുന്നു. അവിടെ ഇരിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് പാനിക് ആവാണ്ട് വേറെ ഇൻസേർട്ട് ചെയ്യുക, ഞെക്കുക, ട്വിസ്റ്റ് ചെയ്യുക, എടുക്കുക, വാഷ് ചെയ്യുക, റീ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാഡ് ഉപയോഗിക്കുന്നു, ഒരു 50 രൂപ നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ ഒരു ഇത്ര ഇയർ നമ്മൾ ലൈഫ് ലോങ് ഇത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് നമ്മൾക്ക് വേസ്റ്റ് ആവുന്നത്? ഒരു 300 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ അകത്ത് ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 5 to 10 ഇയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഹെൽത്തും എൻവയോൺമെന്റിനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പം എൻ്റെ കസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ +1 പഠിക്കുന്ന കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഐറ്റം. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അതായത് പാഡ് വെച്ചിട്ട് നമ്മളൊന്ന് ട്രാവൽ ചെയ്യുക, ഒരു ട്രിപ്പ് പോകാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാഡ് നമുക്ക് ആക്ച്വലി എവിടെയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കളയാനായിട്ടുള്ള സ്ഥലം അവിടെ ഉണ്ടാവണമെന്നില്ല. ബട്ട് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലഡ് കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈവൻ ഒരു ഐ തിങ്ക് ഓരോരുത്തരുടെ ബ്ലീഡിങ് അനുസരിച്ചിരിക്കും, 8 hours ഒക്കെ ഇരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫ്ലോ എന്ന് അറിയാനായിട്ട് ഒരു 3 hours കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരളവ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 3 hours കൂടുമ്പോൾ ഇത്രയും ബ്ലീഡിങ് ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് മനസ്സിലാവും ഗ്രാജുവലി ഇത്ര മണിക്കൂർ വേണം നമ്മുടെ മെൻസ്ട്രൽ കപ്പ് മാറ്റേണ്ടതെന്ന്. ഓക്കെ. പിന്നെ സംടൈംസ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വർക്കിനൊക്കെ പോയിട്ട് ചിലപ്പോൾ സംടൈംസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, വി ക്യാൻ ഫീൽ ദാറ്റ്. ആ സമയത്ത് ടെൻഷൻ ആവാണ്ടിരിക്കുക, അയ്യോ അടുത്ത ആൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അയ്യോ ഇറങ്ങണം, അങ്ങനെ ടെൻഷൻ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മസിൽസ് ടൈറ്റ് ആവും. പിന്നീട് അത് ഒട്ടും ഇൻസിട്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്, കുറച്ച് നേരം അവിടെ വാഷ്റൂമിൽ ജസ്റ്റ് നിൽക്കുക, നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവും. അതിനുശേഷം ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യാം, പക്കയായിട്ട് ഇൻസേർട്ട് ആവും. ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലായാലും ചില സ്ഥലത്തൊന്നും ഈവൻ വാഷ്റൂം പോലും നല്ലതായിരിക്കുന്നില്ല. അവിടെ ലേഡീസിന് വേണ്ടി ഈവൻ പാഡ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം പോലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള പ്ലേസിലൊക്കെ പക്കയാണ്. ഈവൻ എല്ലാ ലേഡീസിൻ്റെ അടുത്തും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫ് ഭയങ്കര സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറേ നമ്മൾ ഇപ്പം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പാഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി പോലെ, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് കിടന്നുറങ്ങുന്നത്, അങ്ങോട്ട് ചെരിഞ്ഞാൽ ലീക്കാവും എന്നുള്ളൊരു ഇത്, ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ലീക്കാവും എന്നുള്ളത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേടിയില്ല. തല കുത്തി കിടന്നോ, തല എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിടന്നുറങ്ങാം. ആക്ച്വലി ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. മെയിൻലി നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. സാനിറ്റൈസർ ചെയ്യാനല്ല പറയുന്നത്. സാനിറ്റൈസർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇൻസെർട്ട് ചെയ്യാൻ നിൽക്കരുത്, അല്ലാണ്ട് സ്റ്റെറിലൈസ് ചെയ്യുക, ഒരു ഹോട്ട് വാട്ടറിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് പഞ്ചലോമാണ്. പിന്നെ 7 മെത്തേഡും നല്ല ഈസിയാണ് ഇൻസെർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ജസ്റ്റ് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അടിഭാഗം, അപ്പോൾ അത് നല്ല പക്കയായിട്ട് ഓപ്പൺ ആവുമെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് പുറത്തേക്ക് എടുക്കാനായാലും ജസ്റ്റ് പിൻ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോൾ യൂസ് ചെയ്താലും നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാത്രമേ യൂസ് ചെയ്യുക. എല്ലാവരും എന്തായാലും ഒരെണ്ണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണം. കാരണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാഡും മെൻസ്ട്രൽ കപ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. 100% നിങ്ങൾ പാഡിങ് സ്വിച്ച് ചെയ്ത് മെൻസ്ട്രൽ കപ്പിലേക്ക് വരും. ഞാൻ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. എല്ലാവരും എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. എല്ലാ ലേഡീസിൻ്റെയും ഒരെണ്ണമുണ്ടായിരിക്കും. മെൻസ്ട്രൽ കപ്പിൽ ജസ്റ്റ് എല്ലാ പോർഷൻസിനും പറഞ്ഞു പോയി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മൈൻഡിൽ ആ ടൈമിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടിൽ ദെൻ ബൈ.